ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി അമ്മയെ ആശ്വസിപ്പിക്കുകയാണ്. അമ്മയെ അത്ര സ്ട്രെസ്സ് പാടില്ല, കാരണം ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ, നമ്മുടെ ഹാർട്ടിന് അതുകൊണ്ടാണ് പ്രശ്നം വന്നത്. എന്തിനാണ് അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതൊക്കെ ചോദിച്ചപ്പോഴേക്കും, മകളെ നിങ്ങളെക്കുറിച്ച് ഓർത്ത് മാത്രമാണ് ടെൻഷൻ, ഇവൻ ആരും ഇല്ലല്ലോ. ഇവൻ ആരും ഇല്ലെന്നോ? ഞാനില്ലേ, പിന്നെ ഞാൻ പിന്നെ എന്താ മരിച്ചുപോയി? അമ്മ എന്തൊക്കെ ഇങ്ങനെ പറയുന്ന അമ്മേ? ദേ അമ്മക്ക് ഇങ്ങനെ വന്ന അയൽവക്കക്കാരി കണ്ടില്ലായിരുന്നെങ്കിലോ നമ്മുടെ അവസ്ഥ എന്തും ആകുമായിരുന്നു. അമ്മ ഒന്ന് ഞാൻ പറയുന്നത് കേൾക്കാമേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആദ്യം പറയാണ്, ദേ ആൻറ്റി ഞങ്ങളെ വിട്ട് പോകല്ല ആൻറ്റി, ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കുക ആൻറ്റി. അമ്മാമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വേറെ ആരുമില്ല, ഞങ്ങളോടൊപ്പം ഒന്ന് നിൽക്കുക ആൻറ്റി, പ്ലീസ് ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊച്ച് ഭയങ്കരേറെ സങ്കടത്തോടു കൂടി തന്നെ ശ്രുതിയോട് പറയുകയാണ്. ഇതെല്ലാം കേട്ട് ശ്രുതിയാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുക. അപ്പം അമ്മൂമ്മയാണെങ്കിൽ, മോനെ അമ്മയെ നിർബന്ധിക്കണ്ട, നീ അമ്മയെ വെറുതെ വിട്ടേര്, അമ്മയ്ക്ക് നിൽക്കാൻ പറ്റാത്ത സാഹചര്യമല്ലേ, അതുകൊണ്ട് അമ്മ നമ്മുടെ കൂടെ വന്ന് നിൽക്കില്ല, മോൻ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ആദിയെ വിളിക്കുക. അപ്പോൾ ആദ്യം ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആദിയുടെ നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുകയാണ്. ദേ അമ്മമ്മക്കൊന്നും വരില്ല കേട്ടോ, എൻ്റെ മോൻ അനാഥയാകില്ല, നമുക്ക് രണ്ടുപേർക്ക് ആ വീട്ടിൽ താമസിക്കാം, ഒരു കുഴപ്പമില്ല മോനെ, ദേ അമ്മയെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല എന്ന് ഈ അമ്മമ്മ പറയാം. ഇത് കഴിഞ്ഞപ്പോഴേക്ക് ശ്രുതിയാണെങ്കിൽ, അമ്മ എൻ്റെ സാഹചര്യം എന്താണെന്ന് അറിയാമല്ലോ, ഞാൻ ഉടനെ തന്നെ ഒരു വാടക വീട് എടുക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരെയും ഞാൻ അങ്ങോട്ട് മാറ്റാം, വേണ്ട വിധത്തിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം, എൻ്റെ ഒരവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം, അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ ശ്രുതി ഇങ്ങനെ മനസ്സിന്തിക്കുകയാണ്, എത്രയും പെട്ടെന്ന് അമ്മയെയും ആദിയെയും സേഫായ ഒരു സ്ഥലത്തിൽ എത്തിക്കണം, എന്നിട്ട് ഒരു ഹോം നേഴ്സിനെ നിർത്തണം, എൻ്റെ പക്കൽ കുറേ ഹോം നേഴ്സിൻ്റെ നമ്പറൊക്കെ ഉണ്ട്, അവരാരെങ്കിലും വിളിച്ചിട്ട് ദേ അമ്മയെ നോക്കാനായിട്ട് ഒരാളെ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല, എൻ്റെ അമ്മ എനിക്ക് നഷ്ടപ്പെടരുത് എന്ന് ശ്രുതി ഇങ്ങനെ ചിന്തിക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രവിയാണ്. അപ്പോൾ രവിയാണെങ്കിൽ ചെടിയെല്ലാം നനച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ചന്ദ്ര വന്നിട്ട്, അതെ നിങ്ങൾ വല്ല അറിയുന്നുണ്ടോ, ഇവിടെ എന്തൊക്കെ കാണിച്ചു വിടുന്നത്? ആഹാ, രാവിലെ വന്നല്ലോ ചന്ദ്രേ, നിനക്ക് ഇതേ പരിപാടിയുള്ളൂ ചന്ദ്രേ. ഓഹോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്, ആരും എൻ്റെ വാക്കുകളൊന്നും കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല. ശരി, എന്താന്ന് വെച്ചാൽ പറ, എന്താ ഉണ്ടായത്? അങ്ങനെ ചോദിക്കുന്നേ. അതെ, വർഷയും ശ്രീകാന്തും രേവതിയും സച്ചിയും എല്ലാവരും കൂടി കിടന്നേ പൊരിഞ്ഞ അടിയാണ്. പൊരിഞ്ഞ അടിയെന്നോ? എന്തായി പറയുന്നത്? അതേന്നേ, പൊരിഞ്ഞ അടിയാണ്. ഇപ്പൊ വർഷയും രേവതിയും ഭയങ്കര തല്ലുപിടുത്തോ, അവിടെ നിന്ന് പറയാ ഇവിടെ നിന്ന് പറയാ, ഭയങ്കര വഴക്ക്. നീ ചുമ്മാതിരിക്കും ചന്ദ്രേ, അവരങ്ങനെ വഴക്കൊന്നും കൂടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞാണോ തെറ്റ്? ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം എന്താ നടക്കുന്നതെന്ന് എന്നും പറഞ്ഞുകൊണ്ട് ദാ നമ്മുടെ രവിയെയും കൂട്ടിക്കൊണ്ട് ചന്ദ്ര ഹാളിലേക്ക് വരിക. ഹാളിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും വർഷയും അതേപോലെ തന്നെ രേവതിയും കൂടി പൊരിഞ്ഞാടി. എന്നെ ഭരിക്കുക, നീ ആരാടി എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ എന്നോട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ രവിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതെന്താ മോളെ രേവതി എന്താണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, അങ്കിളെ അല്ല അച്ഛാ, പിന്നെ ഇവളെ വെറുതെ വിടണമെന്നോ? ഇവളാണ് എല്ലാ തെറ്റുകളും ചെയ്തു കൂട്ടിയത്, എന്നിട്ട് എല്ലാ തെറ്റുകളും എൻ്റെ മേലില്. നിന്റെ അമ്മ ആരാടി എന്നെ ഭരിക്കാനായിട്ട് വരാനായിട്ട്? നിന്റെ അമ്മയോട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറഞ്ഞോളാം. ഇത് കഴിഞ്ഞപ്പോഴേക്കും, ആഹാ, എൻ്റെ അമ്മയോട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറയാനായിട്ട് നിങ്ങളാരാ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞടിയുടെ സമയത്ത് എന്നോട് കൂടുതൽ സംസാരിക്കാൻ വരാതെ, നീ എന്നോട് സംസാരിക്കാൻ വരേണ്ട ആവശ്യമൊന്നുമില്ല, നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, എല്ലാ കാര്യത്തിലും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തല്ലേ, എന്നിട്ട് നീ എൻ്റെ അമ്മക്കിട്ട് കയറാൻ വരുന്നതാണോ? നിങ്ങളുടെ സപ്പോർട്ടൊന്നും എനിക്ക് ആവശ്യമില്ല, എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതിൽ കാര്യം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് വർഷയും തുടങ്ങി രേവതിയും തുടങ്ങി. അങ്ങനെ രേവതി നേരെ അങ്ങോട്ട് കയറി പോവുകയാണ്. അപ്പോൾ വർഷയ്ക്ക് അരിച്ചെന്ന് വർഷയും കയറി പോവുകയാണ്. അപ്പോൾ രവിയേട്ടാ, ഇപ്പം കണ്ടല്ലോ, ഞാൻ പറഞ്ഞ സത്യമായില്ലേ, ഇവരിങ്ങനെ തുടങ്ങിയിട്ട് കുറേ നേരമായി, ഭയങ്കര അടിയാന്നേ, രണ്ടുപേരും പിരിയുന്ന ലക്ഷണം തന്നെയാ, ഇതിൽ യാതൊരു സംശയമില്ല രവിയേട്ടാ. അപ്പോൾ രവിക്ക് ഈ രണ്ട് മരുമക്കളും കൂടി ഇങ്ങനെ തല്ല് കൂടുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് സഹിക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ നമ്മുടെ രവി സച്ചി എന്ന് പറഞ്ഞു വിളിക്കുന്ന വർഷ സച്ചിയെ കണ്ടോ, അത് പുറത്തുനിന്ന് ചെടി നനക്കുന്നുണ്ടായിരുന്നല്ലോ അച്ഛാ എന്നിങ്ങനെ പറയാ. അങ്ങനെ നമ്മുടെ സച്ചിയെ കാണണ്ട. അപ്പോൾ സച്ചിയാണെങ്കിൽ കാറ് കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കാറ് കഴുകിക്കൊണ്ടിരുന്ന സമയത്ത്, എന്താടാ സച്ചി ഇവിടെ നടക്കുന്നത്? ഞാൻ എന്താ ഒരു നോക്കൂത്തിയാണോ? നിങ്ങളെല്ലാവരും എന്നെ ഒരു വിഡ്ഢിയായിട്ടാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത്. അച്ഛൻ എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛൻ എന്തെങ്ങനെ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? നിങ്ങൾ എന്നിൽ നിന്നൊക്കെ എന്തൊക്കെയാണ് മറച്ചിരിക്കുന്നത്? നിങ്ങൾ എങ്ങനെ എന്നെ കാണുന്നത്? എനിക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനമില്ലേ, എനിക്കൊരു ബഹുമാനമില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അച്ഛൻ അങ്ങനെയൊന്നും പറയരുതട്ടെ അച്ഛാ,
അച്ഛൻ ഇങ്ങനെ സംസാരിക്കാനായിട്ട് നിൽക്കരുത്. പിന്നെ എങ്ങനെ സംസാരിക്കണമെന്നാ? എടാ, വർഷയും അതേപോലെ തന്നെ രേവതിയും ഭയങ്കര അടിയാണ്. രേവതിയെ ഇങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. രേവതി വളരെ സമാധാനപരമായിട്ട് പോകുന്നൊരു വ്യക്തിയല്ലേ. വർഷ എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച് രേവതി ഇങ്ങനെ ചാടിക്കരുത്ത് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? അവള് എല്ലാവരെയും സമാധാനത്തോടെ കൊണ്ടുപോകുന്ന ഒരു കുട്ടിയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ രേവതി, ഞാൻ അവിടെ വന്ന് നിന്നിട്ട് പോലും അവൾ എനിക്കൊരു മര്യാദയും തരാതെ കയർത്ത് സംസാരിക്കായിരുന്നു എന്ന് പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അച്ഛാ ഒന്ന് സമാധാനപ്പെട്. ഞാൻ പറയട്ടെ. എടാ, എന്ത് സമാധാനപ്പെടാനാടാ? ഇനി ഞാൻ എന്താണ് വേണ്ടത്? ഞാൻ പറയട്ടെ അച്ഛാ, ഇതൊക്കെ വെറും ഒരു നാടകമല്ലേ? നാടകോ? എന്ത് നാടകം? അതെ അച്ഛാ, ഇത് വെറും ഒരു നാടകമാ. ഇതൊക്കെ ഈ അടികൂടുന്നത് അഭിനയമാണ് അച്ഛാ. അഭിനയോ? എടാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. നീ കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയടാ. അതെ, ഇന്ന് ഒരു സംഭവം ഉണ്ടായച്ചാ. വർഷയുടെ അമ്മയില്ലേ, രേവതിയെ കാണാൻ വന്നായിരുന്നു. അവളെ വഴിയിൽ വെച്ച് ഭയങ്കരമായിട്ടും വഴക്ക് പറഞ്ഞു. അപ്പോഴായിരുന്നു എൻ്റെ വരവ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താ പ്രശ്നമെന്നൊക്കെ. അങ്ങനെ ആ ഒരു ചേച്ചിയാണ് ഈ വർഷയുടെ അമ്മ വന്നിങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞത്. അരിശം വന്ന ഞാനാണെങ്കിൽ അവരോട് രണ്ട് ചോദിച്ചിട്ടേ കാര്യമുള്ളെന്നും പറഞ്ഞുകൊണ്ട് കാറെടുത്ത് പുറപ്പെട്ടതാ. അപ്പോൾ ആ സമയത്ത് രേവതി എന്നെ പിടിച്ചു നിർത്തി. സച്ചിയേട്ടൻ എന്തുദ്ദേശിച്ചാണ് പോണേന്ന്. എന്തുദ്ദേശമാണെന്നോ? ഞാനേ വർഷയുടെ അമ്മയെ രണ്ട് ചീത്ത പറയാൻ വേണ്ടി തന്നെ പോകുന്നത്. പക്ഷെ എൻ്റെ പൊന്നു സച്ചിയേട്ടൻ പ്രശ്നത്തിന് മേലിൽ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. എന്തിനാന്നേ? ഇതിനെല്ലാത്തിനും കാരണക്കാരിയേ സച്ചിയേട്ടൻ്റെ അമ്മയാ. എൻ്റെ അമ്മയോ? അതെ, സച്ചിയേട്ടൻ്റെ അമ്മ തന്നെയാ ഈ പ്രശ്നത്തിന് എല്ലാത്തിനും കാരണക്കാരി. ചുമ്മാ രേവതി ചുമ്മാ ഒന്നും പറയത് അല്ല. ഞാനും വർഷേ എങ്ങനെയാ നല്ല ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ? അതെ. അവൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഇവർക്ക് നന്നായിട്ട് തന്നെ അറിയാം. ആർക്ക്? സച്ചിയേട്ടൻ്റെ അമ്മയ്ക്ക്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സച്ചിയേട്ടൻ്റെ അമ്മയെ ഈ വർഷം ഒരുപാട് പറയുന്നുണ്ട്, ഒരുപാട് ചീത്തകളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇവർക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും ഞങ്ങളെ തല്ലി പിരിക്കണമെന്ന് മാത്രമേ ഇവരുടെ ആഗ്രഹമുള്ളൂ. അതുകൊണ്ട് വർഷയുടെ അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ പോയി പറഞ്ഞു. അങ്ങനെ വർഷയുടെ അമ്മയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് എൻ്റെ മുന്നിലേക്ക് വന്ന് ഞങ്ങൾ രണ്ടുപേരെയും തല്ലി പിടിപ്പിക്കാനായിട്ട്. ഓഹോ, അങ്ങനെയാണല്ലേ? അങ്ങനെ തന്നെയാണ്. എങ്കിൽ പിന്നെ അവരോട് ചോദിക്കണം, എൻ്റെ അമ്മയോട് തന്നെ ചോദിക്കണം. നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണെന്ന് എനിക്ക് ചോദിച്ചാൽ മതിയാവുള്ളൂ. സച്ചിയേട്ടാ വേണ്ട, അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വീണ്ടും രൂക്ഷമാകും. അമ്മ സമ്മതിച്ചു തരുമോ? വീണ്ടും കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാനല്ലേ നോക്കുള്ളൂ. അതുകൊണ്ട് അത് വേണ്ട. പിന്നെ എന്താ രേവതി വേണ്ടത്? ഞങ്ങൾ രണ്ടുപേരും കൂട്ടുകൂടുന്നതല്ലേ അമ്മയ്ക്ക് ഇഷ്ടക്കുറവ്? ഞങ്ങൾ രണ്ടുപേരും വഴക്കടിക്കാൻ പോവാണ്. വർഷയോട് നീ വഴക്കടിക്കാൻ പോവാണോ? അതെ, വർഷയോട് ഞാൻ വഴക്കടിക്കാൻ. പക്ഷേ അതൊരു നാടകമായിട്ട് തന്നെയാണ് വഴക്കടിക്കാൻ പോകുന്നത്, അല്ലാതെ സത്യത്തിലല്ല. അവളെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം ബോധ്യമാക്കണം. അമ്മ സന്തോഷിക്കട്ടെന്നേ. അങ്ങനെ സന്തോഷിച്ചു കഴിഞ്ഞാൽ മാറി നിൽക്കും. പിന്നെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഞാനും വർഷയും പൊരിഞ്ഞ അടിയാണെന്ന് തന്നെ അവർ കരുതിക്കോട്ടെ. അപ്പോൾ പിന്നെ വർഷയുടെ അമ്മയോടും ചെന്നും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കില്ലല്ലോ. കൊള്ളാം, നിന്റെ ബുദ്ധി ഏതായാലും കൊള്ളാം. അവരെ വീഴ്ത്താൻ ഇതിനേക്കാളും വലിയൊരു ബുദ്ധി ഇനിയില്ല. അത് തന്നെ സച്ചേട്ടാ. അങ്ങനെ നമ്മുടെ എന്നോട് പറഞ്ഞു കൊടുക്കുകയാണ്, രവിയോട് പറയാണ്, എടാ എന്തൊക്കെയാടേ പറയുന്നത്? അതെ, ഇവിടെ രേവതിയെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? അത് പിന്നെ നീയല്ലേ. എന്നെ വിടച്ചാ, അത് കഴിഞ്ഞാൽ പിന്നെ ആരാണ്? പറ. അവള് സ്വന്തം അനിയത്തിയെ പോലെ കാണുന്നത് ആരെയാണ്? അത് വർഷയല്ലേ? വർഷ. അപ്പോൾ വർഷയായിട്ട് രേവതി മിണ്ടുന്നതാണ് അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തത്. അപ്പോൾ അവർ തമ്മിൽ തല്ലുകൂടിയ എങ്ങനെയിരിക്കും? ഇതൊക്കെ കേട്ട് അമ്മ ഭയങ്കര സന്തോഷത്തിലാണ്. സന്തോഷത്തിലോ? അതെ അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കഥയെ കൂടി പറയാണ്. അങ്ങനെ എല്ലാവരും കൂടി ഹാളിലിരിക്കായിരുന്നു. ഹാളിലിരിക്കുന്ന സമയത്ത് നമ്മുടെ വർഷയും ശ്രീകാന്ത്. അപ്പോൾ ശ്രീകാന്തിനോട് പറയാണ് വർഷ, പറ സച്ചേട്ടനോട് വഴക്കുണ്ടാക്ക് ശ്രീകാന്തേ. ചേട്ടാ, നിങ്ങൾ എന്നെ ചേട്ടനാണെന്നൊന്നും വിചാരിക്കുന്നില്ല. എൻ്റെ ഭാര്യ അനാവശ്യം പറയാൻ നിൽക്കരുത്, കേട്ടല്ലോ? മര്യാദക്ക് സംസാരിച്ചോളാം എന്ന് സച്ചിയോട് പറയുമ്പോൾ സച്ചി ഒരു കൂസലും ഇല്ലാതെ എന്തൊക്കെയോ തിന്നോണ്ടിരിക്കുന്ന സമയത്ത് വർഷയാണെങ്കിൽ ഇതെന്താ സച്ചിയേട്ടനൊന്നും മിണ്ടാത്തത്, സച്ചിനൊന്നും പറയാത്തത്? അപ്പോൾ രേവതിയാണെങ്കിൽ സച്ചിയേട്ടാ എന്താ, എന്തെങ്കിലും പറ. എന്ത് പറയാനായിട്ട്? വഴക്കുണ്ടാക്ക്. അപ്പോൾ ചന്ദ്ര വരിക. അപ്പം ചന്ദ്ര ഈ ഒരു കാഴ്ച കാണുകയാണ്. എടാ, നിന്റെ ഭാര്യയെ നീ നിലക്ക് നിർത്തണം. എൻ്റെ ഭാര്യയെ ഭരിക്കാൻ മാത്രം നിന്റെ ഭാര്യയെ വളർന്നോടാ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഇതെല്ലാം കണ്ട ചന്ദ്രയാണെങ്കിൽ എൻ്റെ ദൈവമേ, ഇപ്പം ഇവരുടെ വഴക്ക് ആള് വരെ എത്തിയോ? എന്തൊക്കെ ഇനി സംഭവിക്കോ ആവോ?
ദേ എൻ്റെ ഭാര്യ മര്യാദക്ക് തന്നെ സംസാരിച്ചു. അതേടാ, എൻ്റെ ഭാര്യ മര്യാദക്ക് തന്നെ, നിന്റെ ഭാര്യയാണ് എല്ലാ കാര്യങ്ങളും കാണിച്ചു കൂട്ടുന്നത്, എന്നിട്ട് എൻ്റെ ഭാര്യയുടെ മെക്കെട്ട് കയറുന്നു. അങ്ങനെ വർഷ അവിടെ നിന്ന് ചാടി എണീക്കുകയാണ്, രേവതിയും ചാടി എണീക്കുകയാണ്. രണ്ടുപേരും തമ്മിൽ ഭയങ്കര തർക്കമാണ്. ദേ വർഷേ, നിന്റെ സ്വഭാവം മാറ്റിക്കൊള്ളാം. നിന്നെ ഞാൻ ഒരിക്കലും ഇനി സപ്പോർട്ട് ചെയ്യില്ലടി. നിന്റെ അമ്മ എന്തിനാടി എന്നെ ഭരിക്കാനായിട്ട് വരുന്നത്? എൻ്റെ അമ്മ നിങ്ങളെ ഭരിക്കാനായിട്ട് വന്നെന്നോ? എൻ്റെ അമ്മ ഭരിക്കാനായിട്ട് വന്നിട്ടില്ല. എൻ്റെ അമ്മ പറഞ്ഞത് കാര്യം തന്നെയാണ്. അപ്പോൾ സച്ചി പറയാണ്, എൻ്റെ ഭാര്യ എന്ത് ചെയ്തെന്നാണ്? ദേ നിന്റെ അമ്മയോട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറയണം, ഇല്ലെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ ഒരു റൗഡിയാണ്. എന്താടി വിളിച്ചത്? റൗഡിന്നോ? റൗഡി മാത്രമല്ല, നിങ്ങളൊരു ഗുണ്ടയാണ്, തെമ്മാടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാ. അപ്പോൾ രേവതി ആണെങ്കിലേ, എന്താടി എൻ്റെ ഭർത്താവിനോട് നീ പറഞ്ഞത്? അനാവശ്യം പറഞ്ഞു നിൽക്കരുത്, എന്നെ ഞാൻ കാണിച്ചു തരാടി. എന്ത് കാണിച്ചു തരുമെന്നാ? നിങ്ങൾ ഒരുപാട് ഇങ്ങോട്ട് കാണിക്കാൻ ഇങ്ങോട്ട് വാട്ടോ, ഇനി എൻ്റെ ജന്മത്തിൽ ഞാൻ നിങ്ങളോട് മിണ്ടില്ല എന്നിങ്ങനെ വർഷ പറഞ്ഞപ്പോഴും, വർഷേ ദേ എന്നോട് എന്താ അങ്ങനെയൊക്കെ പറഞ്ഞത്? അയ്യോ ചേച്ചി, വെറുതെ ചുമ്മാ തമാശ, ആൻറ്റിയെ കേൾപ്പിക്കാൻ വേണ്ടിയില്ലേ? ആണല്ലേ സച്ചിയേട്ടാ, തമാശ. ദേ വഴക്കടിച്ചത് സച്ചിയേട്ടാ. അങ്ങനെ ഇവർ തമ്മിൽ പൊരിഞ്ഞ അടിയും ബഹളവും ഒക്കെയാണ്. അപ്പോൾ വർഷ പറയാണ്, ഇനിയേ കൂടുതൽ എന്നോട് സംസാരിക്കാൻ വരരുത്. ഇല്ല, നിന്നോട് ഞാൻ സംസാരിക്കാൻ വരില്ല. നിന്നെ അനിയത്തിയായിട്ട് കണ്ടതേ എൻ്റെ ഏറ്റവും വലിയ തെറ്റാണ്. നിനക്ക് വേണ്ടി ഞാൻ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്തു, എന്നിട്ട് നീ എനിക്കിട്ടൊരു പാരയായിരുന്നല്ലേ? ദേ വേണം, എനിക്കിത് തന്നെ കിട്ടണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതെ, ഇത് തന്നെ കിട്ടണം. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷം, കൈകൊട്ടി ചിരിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. അപ്പം ചന്ദ്ര പോയെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോഴേക്കും ഇവർ വീണ്ടും എല്ലാവരും കൂടി കൂടുകയാണ്. അതെ, അമ്മ കേട്ടു, അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മധുരവും സ്വീറ്റ്സൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് വായയിലേക്ക്. അപ്പോൾ ഇതെല്ലാം രവിയോട് ഇങ്ങനെ പറയാ, എടാ എന്തൊക്കെയാണ് ഈ കുടുംബത്തിൽ നടക്കുന്നത് അച്ഛാ? ഇതല്ലാതെ വേറൊരു വഴിയില്ല അച്ഛാ. അമ്മയ്ക്ക് ആഗ്രഹം ഞങ്ങൾ തമ്മിൽ വഴക്കിടണമെന്നാ. ഹോ എൻ്റെ ദൈവമേ, ഇങ്ങനൊരമ്മനെ ഞാൻ കണ്ടിട്ടില്ല അച്ഛാ. എടാ എന്നാലും മക്കൾ തമ്മിൽ വഴക്കിട്ട് കാണുമ്പോൾ സന്തോഷിക്കുന്ന അമ്മയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്താണ് ചന്ദ്ര ഇങ്ങനെ? എനിക്കറിയില്ല. വർഷയും രേവതിയും കൂടി വഴക്കിട്ട് കാണണമെന്നാണ് അവരുടെ ആഗ്രഹം. അങ്ങനെ വർഷയെ കയ്യിലെടുക്കാമെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയാണ്. എന്നാലും ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയിട്ടോ. അങ്ങനെ വർഷ ഇങ്ങനെ തനിച്ചിരിക്കുക. അപ്പോൾ ചന്ദ്ര വന്നിട്ട്, മോളെ ആ രേവതിയോടെ നീ അങ്ങനെ ഇനി കൂട്ടുകൂടേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ലാൻറ്റി, ഞാൻ ഒരു കൂട്ടുമില്ല. അവർ ചുമ്മാ കിടന്ന് എൻ്റെ മേലിൽ മെക്കിട്ട് കയറാൻ വരിക, എന്നോട് വഴക്കുണ്ടാക്കാൻ വരുന്നു. അവർ ഞാൻ എന്തോരം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആൻറ്റി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, രേവതിയോടൊന്നും കൂട്ടുകൂടാൻ പറ്റിയ ഇനമല്ല, അവളൊരു മഹാ കേടിയാണെന്ന്. എൻ്റെ പൊന്നാൻറ്റി, ഇപ്പോഴല്ലേ എനിക്ക് സത്യങ്ങളെല്ലാം മനസ്സിലായത്. അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് എനിക്ക് ഇപ്പോഴല്ലേ ആൻറ്റി മനസ്സിലായത്. ഇനി മേലാൽ അവരുടെ അടുത്തേക്ക് ഞാൻ പോകത്ത് പോലില്ല. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ആൻറ്റി. അങ്ങനെ വേണം മോളെ. അതെ ആൻറ്റി, ഞാൻ ഇനി ആൻറ്റി പറയുന്ന അനുസരിച്ച് മാത്രമേ ജീവിക്കുള്ളൂ. ഇത് കേട്ട ചന്ദ്രയുടെ മനസ്സിലങ്ങോട്ട് ലഡ്ഡു പൊട്ടുകയാണ്. അങ്ങനെ വർഷ അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ്, ഏതായാലും ഞാൻ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ നടന്നു. ഇനി വർഷയും രേവതിയും ഒന്നാകില്ല, അവർ തമ്മിൽ പൊരിഞ്ഞ ശത്രുവായി എന്നിങ്ങനെ ചിന്തിക്കാം. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.